നിലവിൽ ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും മികച്ച പെർഫോമൻസ് അല്ല കാഴ്ചവെക്കുന്നെങ്കിലും ചില റെക്കോർഡുകളിലും കാര്യങ്ങളിലൊക്കെ ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങൾ അവിടെ ഉണ്ട്. കഴിഞ്ഞ വർഷമായാലും ഈ വർഷമായാലും കളി മികവിലും മികച്ച താരങ്ങളുള്ള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ അത്ര മികച്ച പ്രകടനമല്ലെങ്കിലും മോശമില്ലാത്ത പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് ഒരു ഇതിലേക്ക് വരുന്നുണ്ട്. കാരണം ആദ്യ മത്സരം പൊട്ടിയിട്ട് പിന്നെയുള്ള മത്സരത്തിൽ ഒരു പോരാട്ട വീര്യം നമ്മൾ കണ്ടതാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്നും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇൻ്റർസെപ്ഷൻ ചെയ്തിട്ടുള്ള 5 താരങ്ങളെ ഇപ്പോൾ സൂപ്പർ പവർ ഫുട്ബോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ 1-ാം സ്ഥാനം മറ്റൊരു താരവുമല്ല, നമ്മുടെ പ്രീതം കോട്ടാരാണ്. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഈ സീസണിൽ 4 മത്സരം കളിച്ചതിൽ 10 ഇൻ്റർസെപ്ഷനാണ് പ്രീതം കോട്ടാർ നടത്തിയിട്ടുള്ളത്. 2-ാം സ്ഥാനം മിലോസ് ട്രിൻസിച്ചാണ്. 4 മത്സരം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചതിൽ 9 ഇൻ്റർസെപ്ഷൻസാണ് നടത്തിയിട്ടുള്ളത്. 3-ാം സ്ഥാനം നവോച്ചയാണ്. 3 മത്സരം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചതിൽ 8 ഇൻ്റർസെപ്ഷൻ നടത്തി. അതായത് 4-ാം സ്ഥാനം നിഖിൽ പ്രഭുവാണ്. 3 മത്സരം പഞ്ചാബിന് വേണ്ടി കളിച്ചു, 8 ഇൻ്റർസെപ്ഷനാണ് നിഖിൽ പ്രഭു നടത്തിയത്. 5-ാം സ്ഥാനം ആശിഷ് റായ് മോഹൻ സൂപ്പർ ജയൻറ്റിൻ്റെ താരം. 3 മത്സരം കളിച്ചതിൽ 8 ഇൻ്റർസെപ്ഷനാണ് നടത്തിയിട്ടുള്ളത്. എന്തായാലും 3-ാം സ്ഥാനം മറ്റ് ആരുമല്ല, നമ്മുടെ പ്രീതം കോട്ടിലാണ്. 2-ാം സ്ഥാനം മിലോസ്, 3-ാം സ്ഥാനം നവോച്ചയാണ്. ഇവർ 3 പേരും മികച്ച പ്രകടനം ഡിഫൻസ് കാഴ്ചവെക്കുന്നതിനും ഒരു ക്ലീൻ ഷീറ്റ് ഇതുവരെയും നേടാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് ഒരു മോശമായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്തായാലും മികച്ച പ്രകടനം പ്രീതം കോട്ടാർ കാഴ്ചവെക്കുന്നുണ്ട് ഈ സീസണിൽ. എന്തായാലും 10 ഇൻ്റർസെപ്ഷൻ 4 മത്സരം കൊണ്ട് തന്നെ നടത്തിയിട്ടുണ്ട് പ്രീതം കോട്ടാർ. മികച്ച പ്രകടനം തന്നെയാണ് പ്രീതം കോട്ടാർ നടത്തിയിട്ടുള്ളത്. പിന്നെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരു അസിസ്റ്റൻറ്റും പ്രൊവൈഡ് ചെയ്യാൻ പ്രീതം കോട്ടാറിന് സാധിച്ചു. എന്തായാലും ഒരു മികച്ച പ്രകടനം തന്നെ പ്രീതം കോട്ടാറിൻ്റെ ഭാഗത്തുനിന്നും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്.